ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ ഏർക്കാടിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലത്തെ ക്ലൈമറ്റേ അല്ല, നല്ല മൂടൽമഞ്ഞുണ്ട്, ചെറിയൊരു ചാറൽ മഴ ഉണ്ടായിരുന്നു രാവിലെ. ഇന്ന് ഞങ്ങളുടെ യാത്ര ഒരു ക്യാബിലാണ്. 2000 റുപ്പീസിൻ്റെ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മഞ്ഞുണ്ട്, എതിരെ വരുന്ന വണ്ടികളൊന്നും ഞങ്ങൾക്ക് കാണാൻ നേരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യം ഞങ്ങൾ പോകുന്നത് ശ്രീചക്ര മഹാമേരു ടെമ്പിളിലേക്കാണ്. വേൾഡിലെ ലാർജസ്റ്റ് ചക്ര ടെമ്പിളാണിത്. ത്രിപുര സുന്ദരി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉള്ളിലേക്ക് ക്യാമറയൊന്നും അലൗഡ് അല്ല. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ടെമ്പിളാണ്. നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട് സൈഡിലായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഷെവ്രോൺ ടെമ്പിളിലേക്കാണ്. ഏർക്കാടിലെ ഹയസ്റ്റ് പോയിൻ്റാണിത്. ഒരു കേവ് ടെമ്പിളാണ് ഷെവ്രോൺ ടെമ്പിൾ. കേവിൻ്റെ ഉള്ളിലാണ് അവിടുത്തെ പ്രതിഷ്ഠയുള്ളത്. ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ടാവും. അപ്പോഴും നല്ല മഞ്ഞാണ് ഇവിടെ. ഇവിടെയും ക്യാമറയൊന്നും അലൗഡ് അല്ല ഉള്ളിലേക്ക്. തൊട്ടടുത്ത് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. ടവർ ഉണ്ട് അവിടെ. ടവറിൽ കയറി നിന്നിട്ട് നമുക്ക് അവിടുത്തെ വ്യൂ ആസ്വദിക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് മഞ്ഞ് കാരണം നമുക്ക് ഒന്നും വിസിബിൾ അല്ല. അല്ലെങ്കിൽ നല്ലൊരു കാഴ്ചയായനെയായിരുന്നു. ഇത് മഞ്ഞക്കുട്ടൈ എന്ന് പറയുന്ന അടുത്തൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെയും മഞ്ഞ് കാരണം നമുക്കൊന്നും കണ്ടുകൂടാ. ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഇതിനകത്ത്, പക്ഷെ അതൊന്നും വിസിബിൾ അല്ല നമുക്ക് ഇന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് സിൽവർ ഓക്ക് എസ്റ്റേറ്റിലേക്കാണ്. സിൽവർ ഓക്ക് മരങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണിത്. ഇതിന് അകത്ത് കയറി നിന്ന് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ചെറിയൊരു മഴ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ സ്ലിപ്പിംഗ് ചെയ്യുന്നത് കൊണ്ടും ഞങ്ങൾ തിരിച്ചധികം സമയം നിന്നില്ല അവിടെ. അവിടുത്തെ ലോക്കൽസും വന്നിട്ട് സേഫായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വാൺ ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയതാണ് പീക്കു പാർക്ക്. ഏർക്കാടിലെ ഏറ്റവും ബെസ്റ്റ് പോയിൻ്റ് എന്ന് ഞാൻ പറയും. ഏർക്കാട് വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. അഡൽട്ട്സിന് 300, ചിൽഡ്രന് 200. ആദ്യം ഞങ്ങളെ വെൽക്കം ചെയ്ത് കുറേ പപ്പീസാണ്. നല്ല ക്യൂട്ട് പപ്പീസ്. നമുക്ക് അകത്ത് കയറി അവരെ കാണാൻ പറ്റും. ഇവിടുത്തെ ആനിമൽസൊക്കെ കുറച്ച് ഫ്രീ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഫുഡ് കൊടുക്കാം, അവരെ കൂടെ കുറേ നേരം നിന്ന് കളിക്കാം, തൊടാം. അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ യമൂനെ കാണാൻ പറ്റും. യമൂന് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും. അവർ തരും, അതിന് കഴിക്കാനുള്ള ഫുഡ് ഇല ഒക്കെ നമുക്ക് തരും. അത് നമുക്ക് കൊടുക്കാം. അവർ ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പോട്ടുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബേർഡ്സും കുറേ ടൈപ്പ് ഓഫ് ബേർഡ്സും ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബേർഡ് പാർക്കിലേക്കാണ് അവർ വിടുന്നത്. അതായത് ബേർഡ്സിൻ്റെ ഒരു കൂട് തന്നെയാണിത്. 100-200-ലധികം പക്ഷികൾ ഇതിനകത്തുണ്ട്. ആ കൂടിനുള്ളിലേക്ക് നമ്മളതിന് കയറ്റി വിടുവർ. അപ്പോൾ ഈ ബേർഡ്സ് എല്ലാം വന്ന് നമ്മളെ തോളത്തും കയ്യിലും തലയിലും ഒക്കെ വന്നിരിക്കും. അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും മോൻ വരുന്നുണ്ട്. നിറയെ ബേർഡ്സിനെ കാണാം നമുക്കിവിടെ. കൂടുതലും പാരറ്റാണ്.
ഒരുപാട് കളറിലുള്ള പാരറ്റ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. അവർ ഫുഡ് തരും. നമുക്ക് ആ ഫുഡ് കയ്യിൽ വെച്ചിട്ട് നീട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ബേർഡ്സ് എല്ലാം വന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കും. ബേർഡ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണിത്. ഭയങ്കര ഇഷ്ടമാവും. ഇത് വൈറ്റ് കളർ പാരറ്റാണ്. നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തൊരു കളറാണിത്. നല്ല വലിയ പാരറ്റ്സും ഉണ്ട്, നല്ല സൈസുള്ള പാരറ്റ്സ്. അത് കുറച്ച് മുകളിലിരിക്കുകയാണ്, താഴേക്ക് വന്നില്ല. കുറച്ച് ആളുകൾ താഴെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഇത് അടുത്തൊരു കേജാണ്. ഇവിടെ ടൂക്കൺ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ടൂക്കനെ കാണുന്നത്. ഇവിടെ നമുക്ക് ഫുഡ് അവർ തന്നിട്ടുണ്ട്, നമുക്കത് കൊടുക്കാം. ആ ടൈം ഇത് വന്ന് ദേഹത്തൊക്കെ ഇരിക്കും. കാണുമ്പോൾ കുറച്ച് പേടിയാവുന്നുണ്ടെങ്കിലും അതൊന്നും ചെയ്യില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഫോട്ടോ സ്പോട്ടുകൾ കുറേ ഉണ്ട്, നമുക്ക് പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസ്. പിന്നെ ആനിമൽസും കുറേ ഉണ്ട്. ഗോട്ടിൻ്റെ ആയാലും റാബിറ്റ് ഉണ്ട്, കുറേ ടൈപ്പ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആനിമൽസ് ഉണ്ട് ഇവിടെ. ഇതിനൊക്കെ ഇതെല്ലാം ഓപ്പൺ കേജാണ്. ജസ്റ്റ് ഒരു ഷെൽട്ടർ ഉണ്ട് അവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ മെജോറിറ്റി സൈഡ് ഓപ്പൺ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. നമുക്കവർ ഫുഡൊക്കെ തരും, അത് നമുക്ക് അവർക്ക് കൊടുക്കാം. ഇലകളാണ് തരുന്നത്. ഓസ്ട്രിച്ചിനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റും. കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു പാർക്കുണ്ട് അവിടെ. അതിനകത്തുള്ളൊരു ബസ്സാണിത്. യമോന് ഫുഡ് കൊടുക്കുന്നതാണിത്. ഇത് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനിമലാണ് എനിക്കിത്. കാരണം ഇത് വന്ന് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. പപ്പീസ് എല്ലാം പുറത്തിറങ്ങി. നേരത്തെ അകത്തായിരുന്നു, ഇപ്പോൾ എല്ലാം പുറത്തിറങ്ങി നിൽപ്പുണ്ട്. നല്ല ക്യൂട്ട് പപ്പീസാണ്. ഞങ്ങളത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് പഗോഡ പോയിൻറ്റിലേക്കാണ്. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ കുറച്ചൊരു നടക്കാനൊക്കെ കുറച്ച് സ്പേസൊക്കെ ഉണ്ട്. നല്ലോണം അവിടെ എപ്പോഴും മഞ്ഞാണ്, നല്ല മഞ്ഞാണ്. ഉച്ച നേരമാണ് മഞ്ഞ് കാരണം നമുക്കൊന്നും കാണാൻ വയ്യ. പക്ഷേ എനിക്ക് തോന്നുന്നു മഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊരു നല്ലൊരു പ്ലേസ് ആയിരുന്നേനെ. നല്ലോണം നടക്കാനുള്ള സ്പേസൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. എല്ലാ വ്യൂ പോയിൻറ്റിലും തമിഴ്നാട് സർക്കാർ ഒരു ടവറൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സേഫ്റ്റി മെഷേഴ്സൊക്കെ ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇന്നലത്തെ ക്ലൈമറ്റേ അല്ല ആക്ച്വലി. ഇന്നലെ ഞങ്ങൾക്ക് നല്ല വെയിലുണ്ടായിരുന്നു, പോയിൻ്റൊക്കെ നല്ലോണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്ന് എൻറ്റയർലി ഡിഫറെൻറ്റ് ക്ലൈമറ്റാണ്. നല്ല മഞ്ഞ്. നമുക്കൊരു പോയിൻ്റ് പോയിട്ടും ഒരു വ്യൂ കിട്ടിയില്ല. പക്ഷേ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്, പിന്നെ കുഞ്ഞു മോനൊരു കളിപ്പാട്ടം ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചെത്തി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് റൂമിൽ പോയി സുഖമായിട്ട് ഇറങ്ങി. അപ്പോൾ ബൈ.